യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ 64 വിക്ഷേപിച്ചു. 32 ഉപഗ്രഹങ്ങളുമായാണ് പറന്നുയർന്നത്. ആമസോൺ ലിയോ ബ്രോഡ്ബാൻഡ് കോൺസ്റ്റലേഷന് വേണ്ടിയാണ് ദൗത്യം. ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, യൂറോപ്പിന്റെ ബഹിരാകാശ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. വിക്ഷേപണം പൂർത്തിയായിരിക്കുകയാണ്. വരുന്ന വിവരങ്ങൾ എന്തെല്ലാം? തീർച്ചയായും നീലിമ, ഇപ്പോൾ വിക്ഷേപണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. വിക്ഷേപണം നടന്നു കഴിഞ്ഞ് ഏതാണ്ട് ഇപ്പോൾ 10 മിനിറ്റോളം ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൂമിയിൽ നിന്നും ഏതാണ്ട് 296 കിലോമീറ്റർ ഉയരെയാണ് ഇപ്പോൾ ഈ റോക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ അത് ആർജിച്ചുകൊണ്ടിരിക്കുന്ന വേഗം 5.2 കിലോമീറ്റർ ആണ്. അതായത് വെലോസിറ്റി 5.22 കിലോമീറ്റർ വേഗതയിൽ ഓരോ സെക്കൻഡിലും അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ റോക്കറ്റിൻ്റെ സഞ്ചാരപഥത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് 3-4 ഘട്ടങ്ങൾ മാത്രമാണ് ഇനി സഞ്ചാരപഥത്തിലുള്ളത്. ഘട്ടം ഘട്ടമായുള്ള അതിൻ്റെ വേർപ്പെടലുകളും അതിൻ്റെ സ്ട്രാപ്പ് മോട്ടറുകളുടെയും അതുപോലെ തന്നെ ഹീറ്റ് ഷീൽഡുകളുടെ എല്ലാം വേർപ്പെടൽ അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇത് വീണ്ടും അതിൻ്റെ ഗതിവേഗം ആർജിച്ചുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 5.31 കിലോമീറ്ററാണ് ഒരു സെക്കൻഡിൽ ഇപ്പോൾ ആർജിച്ചിരിക്കുന്ന വേഗത എന്നതും 301 കിലോമീറ്റർ ഉയരത്തിൽ, അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും 302 കിലോമീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ഈ പേടകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പേടകത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് സാറ്റലൈറ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള ഓരോ ഘട്ടമായുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും, അതായത് 32ഓളം സാറ്റലൈറ്റുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിവിധ പോയിന്റുകളിൽ വിന്യസിക്കേണ്ടതുണ്ട്. ആ വിന്യസിക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രധാനമായ ഘടനാപരമായ വിന്യാസത്തിൻ്റെ ആദ്യഘട്ടമാണ് നടക്കാനിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് ഈ റോക്കറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുകയാണെങ്കിൽ 303 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ 5.44 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഏരിയൻ 64 എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികം വൈകാതെ തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഓരോ പോയിന്റുകളിൽ, വിവിധ പോയിന്റുകളിൽ ഇത്തരത്തിൽ സാറ്റലൈറ്റ് ലോഞ്ചുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് കാണുന്ന ആ ഡയഗ്രത്തിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഓരോ ഘട്ടങ്ങളാണ്. ഓരോ ഘട്ടങ്ങളിൽ ഓരോ പോയിന്റുകളിൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നതും വ്യത്യസ്തമായ രീതിയിലുള്ള അതിൻ്റെ സെപ്പറേഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. നിലവിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് റോക്കറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. നീലിമ. ശരി ഐസൻ.